45. ഇത്രയും ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ ഷീറ്റ് ഇളക്കാൻ നോക്കും. ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ നാളായിട്ട് വിചാരിക്കുന്ന നമ്മുടെ ചാനലിൽ ഒരു റെക്കോർഡ് പ്ലെയർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്ന്. ഡെനോണിൻ്റെ ഒരു റെക്കോർഡ് പ്ലെയർ നമ്മുടെ ഒരു സുഹൃത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് കുറച്ച് നാളായി. അൺബോക്സ് ചെയ്യാൻ വീഡിയോ എടുക്കാനൊക്കെ ഏതാണ്ട് ഒരു 6-7 മാസമായി ഇത് മേടിച്ചിട്ട്. ഇതുവരെ പറ്റിയില്ല. ഇത് അൺബോക്സ് ചെയ്ത സാധനമാണ്, വീണ്ടും ഇത് പാക്കറ്റിലാക്കിയതേ ഉള്ളൂ കേട്ടോ. ഡെനോണിൻ്റെ DP29F എന്ന് പറഞ്ഞ മോഡലാണ് റെക്കോർഡ് പ്ലെയർ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ, ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനിൽ ഏതാണ്ട് ഇപ്പോൾ ഓഫറുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 13,999 ഉള്ളൂ ആമസോണിലെ വില. നേരത്തെ ഇത് മേടിച്ച സമയത്ത് ഏതാണ്ട് 14,000 രൂപ അടിച്ച് വിലയുണ്ട്. 14-15 രൂപ ഉണ്ടായിരുന്നു വില. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പം സാധാരണയായിട്ട് വരുന്നത് ഏതാണ്ട് ഇതിൻ്റെ ഒരു ഡെനോണിൻ്റെ മാനുവൽ. ഇതൊക്കെ റീപാക്ക് ചെയ്ത സാധനമാണ് കേട്ടോ, അല്ലാതെ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നതല്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇത് വാങ്ങിച്ച സാധനമാണ്. അതുകൊണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയർ, ഡെനോണിൻ്റെ റെക്കോർഡ് പ്ലെയർ. സിൽവർ കളറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മോഡൽ. DP29F എന്നാണ് ഇതിൻ്റെ മോഡൽ. ഫുള്ളി ഓട്ടോമാറ്റിക് ട്യൂണറബിൾ സിസ്റ്റം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അപ്പം ബാക്ക് സൈഡിൽ നോക്കാം ഇനി എന്തൊക്കെയാണ്. അപ്പം ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഡെനോണിൻ്റെ മോഡലാണ് DP29F. പവറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ 2 കേബിൾ വരുന്നുണ്ട്. ഇത് ഓഡിയോ ഔട്ട് RC ആണ് കേട്ടോ. ഇപ്പോൾ വരുന്നതിൽ RC ആണ് വരുന്നത് കേട്ടോ. നേരത്തെ ഉള്ളതിനകത്ത് എനിക്കൊന്ന് ഫോണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിലും ഫോണോ പറ്റുമെന്ന് തോന്നുന്നു, അതിന് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് പവർ കേബിൾ. അടിയിലായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ സ്വിച്ച് വരുന്നത് കണ്ട സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തുറന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഇത്. ഇവിടെയാണ് നമ്മുടെ ഡിസ്ക് ഇടുന്നത്. ഇതിൻ്റെ കാട്രിഡ്ജ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ 2 സൈസിലുള്ള LP ഇടാൻ പറ്റും. 30 ഇഞ്ചും 17 ഇഞ്ചുമാണ് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് ഈ LPയുടെ സ്പീഡിൻ്റെ സ്വിച്ചാണ് 33-45. ഇത്രയും ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ ഷീറ്റ് ഇളക്കാൻ തോന്നുന്നു. ഈ ഷീറ്റ് ഇളക്കിയിട്ട് ഇവിടെ ഒരു സ്വിച്ചുണ്ട്. ഈ സ്വിച്ച് എനിക്ക് വന്ന് ഇത് ഫോൺ ഓയിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സ്വിച്ചാണ്. ഫോൺ ഓയിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓൺ ഓഫ് സ്വിച്ചുണ്ട്. പിന്നെ വേറെ ഇതിനകത്ത് ഇത് ബെൽറ്റൊക്കെ അതാണ്ട് മോട്ടർ ബെൽറ്റും ഒക്കെയാണ് ഇതിനകത്തൂടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഡെനോണിൻ്റെ പ്ലെയർ. ഒരുപാട് പേര് അപ്പോൾ ഉപയോഗിക്കുന്നവർ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണേ. അപ്പം നമുക്കിത് ജസ്റ്റ് ഇത് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. അതിനകത്തൊരു ദേവദാസിയുടെ LP റെക്കോർഡ് ഇട്ട് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ സ്പീഡ് എത്ര? 45 RPM ഇല്ലേ? ജസ്റ്റ് കേൾപ്പിക്കാൻ പറ്റത്തോളെ, ഇത് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നു, ഇതിൽ പ്ലേസ് ചെയ്യുന്നു. കാട്രിഡ്ജ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, പ്ലേ അടിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് കാട്രിഡ്ജ് ഇഞ്ഞ് വരുമോ? അത് എത്ര നേരം കഴിയണം? 10 സെക്കൻഡ്. ഓക്കെ, ഇത് പൊക്കി വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ആണേ തേനും വയമ്പും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് 33 RPM അല്ലേ? 33.5 ആണോ? തേനും വയമ്പും. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ജസ്റ്റ് ഇടുന്നു. ഇനി സൈസ് ഇത് മാറ്റി 17-ലാക്കി. സ്പീഡ്
സ്പീഡ് നമുക്ക് ഇട്ടിട്ട് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു. കൂടുതൽ സമയം നമുക്ക് പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ഒരു പാട്ട് പോലും ഇടാൻ പറ്റത്തില്ല. പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം കോപ്പിറൈറ്റ് അടിക്കില്ല. പക്ഷേ ഇപ്പോൾ 10 സെക്കൻഡിനകത്തും ചില പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് അടിക്കും. നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്തിടേണ്ട അവസ്ഥ വരും. അതുകൊണ്ടൊക്കെയാണ് പാട്ട് കേൾപ്പിക്കാത്തത്. പാട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണ് ഞാൻ ഈ എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ചെറിയ കട്ട് ചെയ്ത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഡെനോണിൻ്റെ DP-29 അത്യാവശ്യം നല്ല പ്ലെയറാണ് കേട്ടോ. അത്യാവശ്യം 1 ഇയർ വാറണ്ടി ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്ലെയർ മേടിച്ചിട്ടൊരു 6 മാസമായി, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ മേടിക്കാനായിട്ട് ചോദിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ വേറെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം വിലയും കുറവുണ്ട്. ആമസോണിൽ 12,999 13,000 രൂപയാണ് ഇപ്പോൾ വില. നേരത്തെ 16,000 രൂപയ്ക്കാണ് ഈ പ്ലെയർ മേടിച്ചത്. 16 രൂപ അടുപ്പിച്ചായിരുന്നു. ഇപ്പോഴാണ് വില കുറഞ്ഞത്. അപ്പം ഇതിപ്പം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു നമ്മുടെ റെക്കോർഡ് പ്ലെയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തേ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചെയ്തതാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നത് വീഡിയോ എടുക്കണമെന്ന് പറ്റിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.